സൗന്ദര്യ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വമ്പിച്ച പ്രഖ്യാപനങ്ങളാണ് വന്നിരിക്കുന്നത്. ഇന്ന് ആ പ്രഖ്യാപനത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. ജീവനക്കാർക്ക് ഓണം ബോണസായിട്ട് 4500 രൂപയും ബോണസ് ഇല്ലാത്ത ജീവനക്കാർക്ക് 3000 രൂപയും ഓണത്തിന് ലഭിക്കും. ഉത്സവ ബത്തായിട്ടാണ് 3000 രൂപ അനുവദിച്ചത്. സർവീസ് പെൻഷൻകാർക്ക് 250 രൂപയും ലഭിക്കും. ആഗസ്റ്റ് 17 മുതൽ തുക അക്കൗണ്ടിൽ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും എയ്ഡർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർക്കും ഫുൾ ടൈം കണ്ടൻറ്റിംഗ് ജീവനക്കാർക്കും മറ്റ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം പ്രഖ്യാപിച്ചത്. അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും 500 രൂപയാണ് ഉത്സവത്തെ ലഭിക്കുക. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിതരായ ജീവനക്കാർക്ക് 1460 രൂപയും ബാലവാടി ഹെൽപ്പർമാർക്ക് അംഗൻവാടി ഹെൽപ്പർമാർക്ക് പാലിയേറ്റീവ് കെയർമാർക്കും 1450 രൂപയും നൽകും. ഉത്സവത്തേക്ക് പുറമെ അഡ്വാൻസായി മുൻകൂർ 10,000 രൂപയും ലഭിക്കുന്നത് 5 ഗഡുക്കളായി തിരികെ അടച്ചാൽ മതി. ക്ഷേമ പ്രവർത്തനങ്ങൾ ആരുടെ ഔദാര്യമല്ല, അത് ജനങ്ങളുടെ അവകാശമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ദിന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഈ ദിനത്തിൽ ക്ഷേമ പെൻഷൻ ഓണത്തിന് മുന്നോടിയായി വിതരണം ചെയ്യുന്നത് 5 മുതൽ ലഭിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 25-നുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാകും. 1 മാസത്തെയാണോ 2 മാസത്തെയാണോ എന്ന് മാത്രമാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. പ്രഖ്യാപനം തിങ്കളാഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിൽ കുടുംബങ്ങൾക്ക് 1200 രൂപ പ്രത്യേക ഉത്സവത്തെയും അനുവദിച്ചിട്ടുണ്ട്. ഉത്സവത്തെ ആയിട്ടാണ് അനുവദിച്ചിരിക്കുന്നത്. 1,68,600 കുടുംബങ്ങൾക്ക് ഓണത്തിന് മുന്നോടിയായി 34.2 കോടി രൂപയാണ് ഇതിനു വേണ്ടി വിതരണം ചെയ്യുന്നത്. കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിശീലിക്കുന്ന ആളുകൾക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിത്രം സംയുക്തമായി നടത്തുന്ന സഹകരണം സഹായ പദ്ധതിയുടെ തുക വർദ്ധിപ്പിച്ചു. നിലവിൽ 100 രൂപയിൽ നിന്ന് 1000 രൂപയാക്കിയാണ് ഉയർത്തിയത്. സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചു സർക്കാർ. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാർ, കിടപ്പിലായ രോഗികൾ, ഓട്ടിസം, ക്യാൻസർ, ഭിന്നശേഷി തുടങ്ങിയ ആളുകൾക്കാണ് ഈ സഹായ പദ്ധതി ലഭിക്കുക. കുട്ടികാല അസുഖങ്ങൾ, ദൈനംദിന ആവശ്യങ്ങൾക്ക് പരസഹായം ആവശ്യമുള്ളവർ പരിഹരിക്കുന്നതിന് ഈ സഹായം ലഭിക്കുക. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച തുക വർധനവ് നടപ്പിലാക്കണമെന്ന് സാമൂഹിക സുരക്ഷാ മിഷൻ ഡയറക്ടർ സമർപ്പിച്ച പരിശോധിച്ചാണ് സർക്കാരിൻ്റെ ഈ നടപടി. ഉത്തരവ് നിരക്ക് നീതി വന്നതിൽ പുതിയ നിരക്കിന് പ്രാബല്യമുണ്ട്. ക്യാൻസർ, വൃക്ക, രോഗികൾക്കുള്ള 1000 രൂപ ലഭിക്കുന്ന പെൻഷൻ 2000 രൂപയ്ക്ക് സർക്കാർ ജനങ്ങൾക്ക് വർദ്ധിപ്പിച്ചിരുന്നു. മന്ത്രിയുടെ ഭാഗത്തു നിന്നും സൗന്ദര്യദിനത്തിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. മത്സരം, പരീക്ഷകൾ സൗജന്യമായി യുവാക്കൾക്ക് നൽകും. ഓൺലൈൻ പരീക്ഷകൾ നടത്തും. ഓൺലൈൻ തൊഴിലവസരങ്ങൾ, റോമാസേനകൾക്ക് അവസരങ്ങൾ, മേഖലയിലേക്ക് കൂടുതൽ അവസരങ്ങൾ തേടി വരും എന്നിവയ്ക്കാണ് പ്രധാനമന്ത്രി ഊന്നൽ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.